ഞാൻ സിന്ധു സതീശൻ. കാലാകാലങ്ങളായിട്ട് നമ്മുടെ ഭാരതീയ സംസ്കാരത്തെ അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസത്തെ, ദേശീയതയെ തകർക്കാൻ ഒരു കൂട്ടം ദേശവിരുദ്ധ ശക്തികൾ ഏറെ കാലമായിട്ട് കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. അത് ഇന്നും അവർ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ശരിക്കും ഇവർ അന്യരാജ്യത്തെ കണ്ണുകളായും നാവുകളായും ബുദ്ധി കേന്ദ്രമായിട്ടും നമ്മുടെ രാജ്യത്ത് നിന്നുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നു എന്നതാണ് അതിശയം. ഭാരതത്തെ തകർക്കാൻ ഇവർ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്, ആയുധമായിട്ട് ഉപയോഗിക്കുന്നത് ഭാരതത്തിൻ്റെ ദേശീയതയായ ഹിന്ദുത്വത്തെയാണ്. ഹിന്ദു വിശ്വാസികളെ വർഗീയവാദികളായിട്ട് ചിത്രീകരിക്കുക, ഹിന്ദു വിശ്വാസങ്ങളെ ആക്ഷേപിക്കുക, ഹൈന്ദവ ആചാരങ്ങളെ അപമാനിക്കുക, ഇതൊക്കെയാണ് ചില സോഷ്യലിസ്റ്റ് പാർട്ടികളുടെയും ചില മുഖ്യധാരാ മാധ്യമങ്ങളുടെയും പ്രധാനപ്പെട്ട തൊഴിൽ. ക്ഷമിക്കണം, ചില മതസംഘടനകളുടെയും പ്രധാനപ്പെട്ട തൊഴിൽ. അതിൻ്റെ ഏറ്റവും അവസാനത്തെ നേർക്കാഴ്ചയാണ് കർണാടക സംസ്ഥാനത്തെ ദക്ഷിണ കന്നഡ ജില്ലയിലെ മഞ്ജുനാഥ ക്ഷേത്രം, അതായത് ധർമ്മസ്ഥലയിലെ മഞ്ജുനാഥ ക്ഷേത്രത്തിനെതിരെ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ആരോപണം. ഹിന്ദുക്കൾ ഭൂരിപക്ഷമായിട്ടുള്ള ഹൈന്ദവ വിശ്വാസികൾ ഏറെയുള്ള ഈ ഭാരതത്തിൽ ഭരണഘടനയുടെ ഫലത്തിൽ മതേതരത്വത്തിൻ്റെ മറ പിടിച്ചുകൊണ്ട് കല്ലുവെച്ച നുണകൾ ആയുധമാക്കി ഒരു പുരാതന ഹൈന്ദവ ആരാധനാലയം JCB ഉപയോഗിച്ചുകൊണ്ട് ഒരു മുഖംമൂടി അണിഞ്ഞവൻ്റെ ആരോപണം കൊണ്ട് മാത്രം ഉഴുതുമറിക്കാൻ പറ്റുന്നു എങ്കിൽ ഇവിടെ നാം എടുത്തു കാണിക്കേണ്ടത് ഹിന്ദുക്കളുടെ കഴിവില്ലായ്മയാണ്, അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ഒത്തൊരുമ ഇല്ലായ്മയാണ്. ധർമ്മസ്ഥലയിലെ മഞ്ജുനാഥ ക്ഷേത്ര പറമ്പിൽ നിരവധി സ്ത്രീകളെയും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെയും ബലാത്സംഗം ചെയ്ത് കൊഴിച്ചുമൂടി എന്നതാണ് മുഖംമൂടി അണിഞ്ഞവൻ്റെ പ്രധാനപ്പെട്ട ആരോപണം. ഈ ആരോപണം സത്യസന്ധവും ശരിയുമാണെന്ന് തുറന്നു കാണിക്കാൻ വേണ്ടി ധർമ്മസ്ഥലയിലേക്ക് ഓടിയെത്തിയത് ഏകദേശം 9,000 യൂട്യൂബർമാരാണ്. ശരിക്കും ഈ ആരോപണം സത്യമാണോ, അല്ലെങ്കിൽ ഇതിലെന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് അന്വേഷിക്കുന്നതിന് പകരം, തിരക്കുന്നതിന് പകരം അവർ ഏറെ താല്പര്യം കാണിച്ചത് ധർമ്മസ്ഥല എന്ന ഹൈന്ദവ ആരാധനാലയം തകർക്കുക എന്ന രീതിയിലായിരുന്നു. ആരാധനാലയത്തിൻ്റെ അസ്ഥിഭാരം ഉഴുതുമറിക്കുക എന്നതായിരുന്നു ഓരോ യൂട്യൂബർമാരുടെയും നരേഷനുകൾ. എന്തായാലും ഒരു ആരോപണത്തിൻ്റെ പേരിൽ ഹൈന്ദവ സംഘടനകളെ, ഹൈന്ദവ വിശ്വാസത്തെ, ഹിന്ദുക്കളെ, ഹൈന്ദവൻ്റെ ആരാധനാലയത്തിന് തകർക്കുക എന്ന ലക്ഷ്യം മാത്രമായിരുന്നു അവിടെ എത്തിച്ചേർന്നിരിക്കുന്ന യൂട്യൂബർമാർക്കും അതുപോലെ തന്നെ മുഖ്യധാര മാധ്യമങ്ങൾക്കും ചില മതസംഘടനകൾക്കും തിടുക്കമുണ്ടായിരുന്നത്. വെറും ഒരു ആരോപണത്തിൻ്റെ പേരിൽ വിചാരണ നേരിടണം എന്നാണ് നിങ്ങൾ നിർബന്ധിക്കുന്നതെങ്കിൽ നാളെ ഇതുവരേക്കും എത്രയോ തവണ ആരോപണ വിധേയമായ എത്ര മുസ്ലിം പള്ളികൾ നിങ്ങൾ ഇതുപോലെ സമൂഹത്തിന് മുന്നിൽ വിചാരണയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്? എത്ര ക്രിസ്ത്യൻ ചർച്ചുകൾ നിങ്ങൾ മുഖ്യധാര മാധ്യമങ്ങൾ വിചാരണയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്? എന്താ, ഇവരൊക്കെ വിചാരണ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യോ കാലോ തലയോ വെട്ടുമാറ്റും അവർ? ചിലപ്പോൾ സംഭവിക്കും. നമ്മുടെ കേരളത്തിൽ നടന്നതാണല്ലോ അല്ലേ? ഒരു ദിവസത്തെ വാർത്ത എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ മാത്രം മദ്രസകളിൽ എത്രമാത്രം പീഡനങ്ങൾ നടക്കുന്നുണ്ട്. മതം പഠിക്കാൻ എത്തപ്പെടുന്ന പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികളെയും പെൺകുട്ടികളെയും മദ്രസ അധ്യാപകന്മാർ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കി എന്നുള്ള എത്രയെത്ര വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഏതെങ്കിലും മുഖ്യധാര മാധ്യമങ്ങളോ യൂട്യൂബേഴ്സോ ഈ കാര്യത്തിനെതിരെ എന്തെങ്കിലും ശബ്ദിക്കുന്നുണ്ടോ? പോട്ടെ, അതേ മതത്തിൽ ഏതെങ്കിലും മതസംഘടന ഒരു ചെറുവിരൽ അനക്കുന്നുണ്ടോ? 1992 അജ്മീർ എന്ന മുസ്ലിം ദർഗയിൽ ഒരു ബലാത്സംഗ പരമ്പര കേസുണ്ടായിരുന്നു. ആ കേസിൽ ഇരയായപ്പെട്ടത് പ്രായപൂർത്തിയാകാത്ത അനവധി പെൺകുട്ടികളായിരുന്നു. ശരിക്കും എണ്ണം എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ 250 പെൺകുട്ടികളെയാണ് ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയാക്കിയത്. ഈ ക്രൂരമായ ബലാത്സംഗ പരമ്പര നടത്തിയിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടി പ്രവർത്തകരും അജ്മീർ ദർഗയിലെ കെയർടേക്കർ കുടുംബത്തിലെ അംഗങ്ങളുമാണ്. എന്നിട്ടും ഏതെങ്കിലും ഒരു മാധ്യമങ്ങൾ, മുഖ്യധാര മാധ്യമങ്ങൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്കാർ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതസംഘടന, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂട്യൂബേഴ്സ് കോൺഗ്രസ് പാർട്ടിയെയോ ആ അജ്മീറിലെ മുസ്ലിം ദർഗയെയോ അല്ലെങ്കിൽ ആ കെയർടേക്കറായ മുസ്ലിം കുടുംബത്തെയോ
വിമർശിക്കുകയോ വിചാരണ ചെയ്യുകയോ ചെയ്യുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അതുപോലെ തന്നെ ഈ ഇടയായിട്ട് ഒരു ക്രിസ്ത്യൻ ദേവാലയത്തിൽ 100 കണക്കിന് ദുരൂഹ മരണം സംഭവിച്ചതായിട്ട് ആരോപണം ഉയർന്നിരുന്നു. ഈ ഒരൊറ്റ ആരോപണത്തിന്റെ പേരിൽ ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ JCB കൊണ്ടുവന്ന് ഇളക്കി മറിക്കണമെന്ന് ഏതെങ്കിലും യൂട്യൂബർമാരോ ഏതെങ്കിലും മുഖ്യധാര മാധ്യമങ്ങളോ ഏതെങ്കിലും മതസംഘടനകളോ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. എന്നാൽ മുഖംമൂടി അണിഞ്ഞ സ്വന്തം മുഖം പുറത്ത് കാണിക്കാൻ ഭയമുള്ള ഒരുത്തൻ വന്ന് ഒരാരോപണം പറഞ്ഞപ്പോൾ പുണ്യപുരാതനമായ ധർമ്മസ്ഥലയിലെ മഞ്ജുനാഥ ക്ഷേത്രത്തിന്റെ പറമ്പ് ഉഴുതുമറിക്കാൻ സർക്കാർ സംവിധാനം തന്നെ മുന്നോട്ട് വന്നു എന്നതാണ് അതിശയം. ഒരു പക്ഷേ ധർമ്മസ്ഥലയിലെ മഞ്ജുനാഥ ക്ഷേത്രം ഉഴുതുമറിക്കേണ്ടതും കിളച്ച് പറിക്കേണ്ടതും ആ അമ്പലം തകർക്കേണ്ടതും ആരുടെയൊക്കെയോ ഗൂഢലക്ഷ്യമായിരിക്കാം അല്ലേ? നടന്നിട്ടില്ലാത്ത ബലാത്സംഗത്തിനെ പറ്റി, കുഴിച്ചു മൂടാത്ത മൃതശരീരങ്ങളെ തേടി, അഴുകിയൊലിച്ചു തീർന്ന അസ്ഥി പഞ്ചരങ്ങളെ തേടി ധർമ്മസ്ഥലയിലെ മഞ്ജുനാഥ ക്ഷേത്രത്തിലെ പറമ്പിൽ ഗതി കിട്ടാത്ത പ്രേതങ്ങളെ പോലെ അലഞ്ഞു നടന്നത് 9,000 യൂട്യൂബർമാരും കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളായ ന്യൂസ് 18, 24, മനോരമ, മീഡിയ, മാതൃഭൂമി ഇവരൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും ധർമ്മസ്ഥലയിലെ മഞ്ജുനാഥ ക്ഷേത്രത്തിനെതിരെ വന്ന ആരോപണം, ആ ആരോപണത്തിന് കേരളത്തിൽ കിട്ടിയ പ്രാധാന്യമൊന്നും കർണാടകയില്ല കേട്ടോ. ഞാനും കർണാടകത്തിലാണ് ജീവിക്കുന്നത്. ഒരു മഴക്കാലത്ത് ഒരു മണ്ണിടിച്ചിലിൽ മുളച്ചു പൊന്തിയ നന്മമരം മനാഫ് എന്നൊരു കാട്ടുകള്ളൻ ഒരു ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കി. അയാൾ വിളിച്ചു പറഞ്ഞത് ധർമ്മസ്ഥലയിലെ മഞ്ജുനാഥ ക്ഷേത്രത്തിലെ പറമ്പുകളിലെല്ലാം പെൺകുഞ്ഞുങ്ങളുടെ ശവശരീരങ്ങൾ അടക്കം ചെയ്തത് എന്നാണ്. എന്തായാലും ഇതുപോലുള്ള ഊടായിപ്പും മനാഫുമാരുടെ വാക്കുകൾ കേട്ട് അന്യ സംസ്ഥാനമായ കർണാടകയിലെ ഒരു ഹൈന്ദവ ക്ഷേത്രം തകർക്കാൻ കേരളത്തിലെ മാധ്യമങ്ങൾ മുന്നിട്ട് ഇറങ്ങി എന്നുള്ളതാണ് അതിശയം. അല്ല, ഇതിൽ അതിശയിക്കാൻ എന്തിരിക്കുന്നു? കേരളത്തിലെ മാധ്യമങ്ങൾ എന്നും ഹൈന്ദവ വിരുദ്ധരായിരുന്നു എന്ന് വേണം പറയാൻ. ധർമ്മസ്ഥലയിലെ മഞ്ജുനാഥ ക്ഷേത്രത്തിലെത്തിയിരിക്കുന്ന ഈ 9,000 യൂട്യൂബേഴ്സും അതുപോലെ തന്നെ മലയാള മാധ്യമങ്ങളും ധർമ്മസ്ഥലയ്ക്ക് നേരെ അലറി വിളിച്ചത് ആരുടെയെങ്കിലും പിൻബലത്തോടെയാണോ എന്നുള്ളത് അന്വേഷണ വിധേയമാക്കണം. കൂടാതെ ഈ ആരോപണം ഉയർന്ന ഉടൻ തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് അറിയിക്കാതെ കർണാടക സർക്കാർ SIT രൂപീകരിച്ചതും ക്ഷേത്രപ്പറമ്പ് ഉഴുതുമറിക്കാൻ ഉത്തരവിട്ടതും സംശയത്തിൻ്റെ നിഴലിൽ തന്നെയാണ്. കാരണം ദക്ഷിണ കന്നഡ എന്നത് ഹൈന്ദവ സംഘടനകളുടെയും ഹൈന്ദവ വിശ്വാസികളുടെയും ഭൂരിപക്ഷ മേഖലയാണ്. ആ സ്ഥലത്ത് ഹൈന്ദവ ഭൂരിപക്ഷമുള്ള ആ സ്ഥലത്ത് ഇത്രയും പുണ്യപുരാതനമായ ഒരു തീർത്ഥാടന കേന്ദ്രം അസത്യമായ ആരോപണത്തിന് പിൻബലത്തിൽ ഉഴുതുമറിക്കാൻ ശ്രമിച്ചു എങ്കിൽ അതിന് പിന്നിൽ ഒരു ഗൂഢശക്തിയുണ്ട്, ഒരു നിഗൂഢ ലക്ഷ്യമുണ്ട്. ഒരു തർക്കവുമില്ല. ധർമ്മസ്ഥലയിലെ മഞ്ജുനാഥ ക്ഷേത്രത്തിനെതിരെ വന്ന ആരോപണത്തെ തുടർന്ന് ആകെ അറസ്റ്റ് ചെയ്യപ്പെട്ടത് മഹേഷ് ഷെട്ടി തിമ്മറെഡ്ഡി എന്നൊരു വ്യക്തിയാണ്. ഇദ്ദേഹമാവട്ടെ മുൻകാലത്തെ ഹൈന്ദവ സംഘടനയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയും മഞ്ജുനാഥ ക്ഷേത്രത്തിലെ കാര്യങ്ങൾ നോക്കി നടത്തിയിരുന്ന വ്യക്തിയുമായിരുന്നു. പിന്നീട് ഇദ്ദേഹം ക്ഷേത്രത്തിന് സമീപമുള്ള ഭൂമി വാങ്ങാനും വിൽക്കാനും തയ്യാറായി. അതിൽ ക്ഷേത്ര കമ്മിറ്റിക്കാരുമായിട്ട് തർക്കമുണ്ടായെന്നും അതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള അറസ്റ്റും ആരോപണങ്ങളും ഉണ്ടായെന്നുമൊക്കെയാണ് വരുന്ന മറ്റു വാർത്തകൾ. പക്ഷേ ഇതൊന്നുമല്ല ധർമ്മസ്ഥലയിലെ മഞ്ജുനാഥ ക്ഷേത്രത്തിനെതിരെയുള്ള ആരോപണം. ഈ ആരോപണത്തിന് ഒറ്റൊരു ലക്ഷ്യമുള്ളൂ. മതപരിവർത്തന ലോബികളുടെയും മാവോയിസ്റ്റ് ഗ്രൂപ്പുകളും തീവ്ര ഇടത് മാധ്യമ സംഘടനകളും ചില ഇസ്ലാമിസ്റ്റ് സംഘടനകളും ചേർന്നുള്ള ഒരു ആരോപണത്തിന് തിരികൊളുത്തി മറ്റെന്തൊക്കെയോ നേടുക എന്നുള്ളതാണ് ലക്ഷ്യം. എന്തായാലും ഉയർന്നു വരുന്ന ആരോപണങ്ങളിലെ സത്യം എന്താണെന്ന് പൊതുസമൂഹത്തിനും ഹൈന്ദവ വിശ്വാസികൾക്കും അറിയേണ്ടതുണ്ട്. സത്യം എത്ര മറച്ചു വെച്ചാലും ഒരിക്കൽ പുറത്തു വരിക തന്നെ ചെയ്യും. കാർമേഘം നീക്കി പുറത്തു വരിക തന്നെ ചെയ്യും. ആത്മവിശ്വാസത്തോടെ മറ്റൊരു നല്ലൊരു വീഡിയോ മറ്റുണ്ടെന്ന് വരുന്നവരെല്ലാവർക്കും ജയ് ഹിന്ദ്.